കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നേരിട്ടുള്ള കൂടുതൽ സമരമുഖങ്ങൾ തുറക്കാൻ CPM തീരുമാനിച്ചിരിക്കുകയാണ്. വർഗ ബഹുജന സംഘടനയായ പട്ടികജാതി ക്ഷേമനിധിയെയാണ് SFIക്ക് പിന്നാലെ സമര രംഗത്തിറക്കുന്നത്. രാജ്ഭവൻ ദളിത് പീഡന കേന്ദ്രമാണെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച് സമര രംഗത്തിറങ്ങാൻ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന കമ്മിറ്റി PKS നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. ഗവർണറുടെ ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റ ശേഷം ആദിവാസി യുവാവ് വിജീഷ് മരിച്ച സംഭവം ഏറ്റെടുത്ത് സമരം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ തുടർന്ന് 17-ന് ആയിരങ്ങളെ അണിനിരത്തി രാജ്ഭവൻ മാർച്ചും ധർണയും നടത്താൻ PKS തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ സമരം നടത്തുന്നതിനാൽ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കാൻ ശ്രമം നടന്നുവരികയാണ്. രാജ്ഭവൻ മാർച്ച് മുതിർന്ന CPM നേതാവ് AK ബാലനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതും രാഷ്ട്രീയ തീരുമാനമാണെന്നാണ് വിവരം. 1.5 മാസം മുൻപ് നടന്ന സംഭവത്തിന്റെ പേരിൽ PKS പെട്ടെന്ന് സമരം പ്രഖ്യാപിച്ചതിലൂടെ ഗവർണർക്കെതിരെ പരമാവധി സമരങ്ങൾ നടക്കണമെന്ന രാഷ്ട്രീയ നിലപാടാണ് പുറത്തുവരുന്നത്. സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഗവർണറെ പ്രതിരോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നാമനിർദ്ദേശത്തിനെതിരെ ആഴ്ചകളായി SFIയുടെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞയാഴ്ച ഗവർണർ ഇടുക്കി സന്ദർശിക്കാനെത്തിയ ദിവസം ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചാണ് നേരിട്ടത്. ആദിവാസി യുവാവിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. 2 പേർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്.